നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിഭജന ഭീതി ദിനാചരണം. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ SFI ABVP പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. കുമ്പള ആരിക്കാടിയിൽ ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ടോൾ പ്ലാസ സ്ഥാപിക്കുന്നതിൽ നിയമലംഘനമില്ലെന്ന് ഹൈക്കോടതി. അപ്പീലിനൊരുങ്ങി ആക്ഷൻ കമ്മിറ്റി. കാസർഗോഡിന് അഭിമാന നേട്ടം. കണ്ണൂർ കാസർഗോഡ് ക്രൈംബ്രാഞ്ച് SP P ബാലകൃഷ്ണൻ നായർക്ക് പ്രസിഡന്റിന്റെ പോലീസ് മെഡൽ. ബൃഹത് കന്നഡ മലയാളം നിഘണ്ടു പ്രകാശനം തിങ്കളാഴ്ച. കർണാടക തുളു അക്കാദമി പ്രസിഡന്റ് താരാനാഥ് ഗട്ടി കാപ്പിക്കാട് പ്രകാശനം നിർവഹിക്കും. ചെറുവത്തൂരിൽ സ്വകാര്യ ബസ്സിടിച്ച് വയോധിക മരിക്കാനിടയായ സംഭവം. ചെറുവത്തൂരിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നു. മഞ്ചേശ്വരം വാമഞ്ചൂർ ചെക്ക് പോസ്റ്റിനടുത്തുള്ള പാലം ഭാഗത്ത് 6 വരി ദേശീയപാത ഇരുവരിപ്പാത. ഗതാഗത കുരുക്കും അപകടവും പതിവ്. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ SFI ABVP പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. വിഭജന ഭീതി ദിനാചരണത്തിന്റെ ഭാഗമായി കോളേജിൽ ABVP പ്രവർത്തകർ പ്ലക്കാർഡുകൾ ഉയർത്തുകയും പിന്നാലെ SFI പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ഇത് സംഘർഷത്തിൽ കലാശിക്കുകയുമായിരുന്നു. പോലീസ് എത്തിയതോടെയാണ് സംഘർഷം ഒഴിഞ്ഞത്. ഓഗസ്റ്റ് 14-ാം തീയതി വിഭജന ഭീതി ദിനാചരണം നടത്തണമെന്ന് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ABVP പ്രവർത്തകർ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ വിഭജന ഭീതി ദിനാചരണം നടത്തിയത്. ABVP പ്രവർത്തകർ പ്ലക്കാർഡുകൾ ഉയർത്തിയതോടെ പിന്നാലെ SFI പ്രതിഷേധവുമായി രംഗത്തെത്തി. തുടർന്ന് SFI ABVP പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു. RSS തന്ത്രങ്ങളുടെ ഭാഗമായാണ് കേന്ദ്ര സർക്കാർ വിഭജന ഭീതി ദിനം പ്രഖ്യാപിച്ചതെന്നാരോപിച്ച് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇത് നടത്തുവാൻ അനുവദിക്കില്ലെന്ന് SFI നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായാണ് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ABVP പ്രവർത്തകർ നടത്തിയ വിഭജന ഭീതി ദിനാചരണത്തിനെതിരെ SFI പ്രതിഷേധമുണ്ടായത്. ABVP പ്രവർത്തകർ പതിപ്പിച്ച പോസ്റ്ററുകളും പ്ലക്കാർഡുകളും SFI പ്രവർത്തകർ കീറിക്കളയുകയും ചെയ്തു. പ്രതിഷേധത്തിന്റെ ഭാഗമായി SFI പ്രവർത്തകർ ഗവർണർ രാജേന്ദ്ര ആർലേക്കറുടെ കോലം കത്തിച്ചു. വിദ്യാർത്ഥികളുടെ ഏറ്റുമുട്ടലും പ്രതിഷേധവുമെല്ലാം കോളേജ് അന്തരീക്ഷത്തെ കലുഷിതമാക്കി. പോലീസ് എത്തിയതോടെയാണ് രംഗം ശാന്തമായത്. കോളേജിൽ തുടർന്നും സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ വൻ പോലീസ് സന്നാഹമാണ് ക്യാമ്പസിൽ നിലയുറപ്പിച്ചിട്ടുള്ളത്. ഇതിനിടെ വിഭജന ഭീതി ദിനാചരണത്തിനെതിരെ MSF പ്രതിഷേധവുമായി രംഗത്തെത്തിയത് സംഘർഷ സാധ്യത വർദ്ധിപ്പിച്ചു. വിഭജന ഭീതി ദിനാചരണം സംഘർഷത്തിൽ കലാശിച്ചതും പഠനാന്തരീക്ഷത്തെ ബാധിച്ചതിനെയും തുടർന്ന് കോളേജ് അധികൃതർ ABVPക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഗവർണറുടെ ഉത്തരവ് നടപ്പിലാക്കില്ലെന്നും കോളേജുകളിൽ വിഭജന ഭീതി ദിനം ആചരിക്കില്ലെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു വ്യക്തമാക്കിയിരുന്നു. ഇതുകൂടാതെ കോളേജിന്റെ അനുവാദം വാങ്ങാതെയാണ് ABVP വിഭജന ഭീതി ദിനം നടത്തിയതെന്നും ഇക്കാരണത്താൽ കൂടിയാണ് ABVPക്ക് കോളേജ് അധികൃതർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതെന്നും വിവരമുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിൽ വിഭജന ഭീതി ദിനമാചരിച്ച് ABVP. പുലർച്ചെ 12:30 മണിയോടെയാണ് പെരിയയിലെ കേരള കേന്ദ്ര സർവകലാശാല ക്യാമ്പസിൽ ABVPയുടെ നേതൃത്വത്തിൽ വിഭജന ഭീതി ദിനം ആചരിച്ചത്. ഓഗസ്റ്റ് 14-ാം തീയതി വിഭജന ഭീതി ദിനാചരണം നടത്തണമെന്ന് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു. ഇത് പ്രകാരമാണ് കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിൽ ABVP വിഭജന ഭീതി ദിനം ആചരിച്ചത്. പുലർച്ചെ 12:30 മണിയോടെയാണ് പെരിയയിലെ കേരള കേന്ദ്ര സർവകലാശാല ക്യാമ്പസിൽ പന്തം കൊളുത്തി പോസ്റ്ററുകൾ ഉയർത്തി ABVP പ്രവർത്തകർ വിഭജന ഭീതി ദിനം ആചരിച്ചത്. സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ വിഭജന ഭീതി ദിനാചരണം നടത്തുന്നത് തടയുമെന്ന് കോൺഗ്രസ് അനുകൂല വിദ്യാർത്ഥി സംഘടനകളും ഇടത് വിദ്യാർത്ഥി സംഘടനകളും അറിയിച്ചിരുന്നുവെങ്കിലും പെരിയ ക്യാമ്പസിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുമ്പള ആരിക്കാടിയിൽ ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ടോൾ പ്ലാസ സ്ഥാപിക്കുന്നതിൽ നിയമലംഘനമില്ലെന്ന് ഹൈക്കോടതി. ടോൾ പ്ലാസ സ്ഥാപിക്കുന്നതിനെതിരെ നൽകിയ ഹർജികൾ ജഡ്ജി നഗരേഷ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് തള്ളുകയും കേസ് അവസാനിപ്പിക്കുകയും ചെയ്തു. വിധിക്കെതിരെ മേൽക്കോടതിയിൽ അപ്പീൽ നൽകുവാനാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം. കേരള കർണാടക അതിർത്തിയായ തലപ്പാടിയിൽ ടോൾ പ്ലാസയുണ്ടെന്നും അതിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ അകലെയായി മറ്റൊരു ടോൾ പ്ലാസയുടെ നിർമ്മാണം നടക്കുന്നത് ദേശീയപാത അതോറിറ്റി നിശ്ചയിച്ച ടോൾ പ്ലാസകൾക്കിടയിലെ 60 കിലോമീറ്റർ ദൂരപരിധി എന്ന ചട്ടത്തിന് വിരുദ്ധമാണെന്നുമായിരുന്നു ആരിക്കാടിയിൽ ടോൾ പ്ലാസ സ്ഥാപിക്കുന്നതിൽ പരാതിക്കാരുടെ വാദം. എന്നാൽ ചട്ടപ്രകാരം അനുമതിയും അംഗീകാരവും ലഭ്യമാക്കിയാണ് ടോൾ പ്ലാസ പണിയുന്നതെന്നും അതിനാൽ നിയമപ്രകാരം തടസ്സമില്ലെന്നും ദേശീയപാത അതോറിറ്റി വാദിച്ചു. ആരിക്കാടിയിലെ ടോൾ പ്ലാസ നിർമ്മാണത്തിനെതിരെ 5 ഹർജികളാണ് കോടതിയുടെ പരിഗണനയിലുള്ളത്. 1964 ദേശീയപാത നിയമപ്രകാരം ഒരു ടോൾ പ്ലാസയ്ക്ക് ശേഷം 60 കിലോമീറ്റർ കഴിഞ്ഞേ മറ്റൊന്ന് പാടുള്ളൂവെന്നും ദേശീയപാത ചട്ടത്തിലെ വ്യവസ്ഥ ലംഘിച്ചതായി ഹർജികളിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിൽ ടോൾ ബൂത്ത് നിർമ്മാണത്തിനെതിരെ കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷനും ആക്ഷൻ കൗൺസിൽ വൈസ് ചെയർമാനുമായി അഷ്റഫ് കർള നൽകിയ ഹർജിയിലാണ് നിർമ്മാണം സ്റ്റേ ചെയ്ത് ഇടക്കാല ഉത്തരവ് നേരത്തെ ലഭിച്ചിരുന്നത്. തുടർന്ന് ഇപ്പോൾ പ്രവൃത്തി നിർത്തിവച്ചിരിക്കുകയാണ്. ടോൾ പ്ലാസ സ്ഥാപിക്കുന്നതിൽ നിയമലംഘനമില്ലെന്ന് ഹൈക്കോടതി വിധി വന്നതോടെ ഇതിനെതിരെ മേൽക്കോടതിയിൽ അപ്പീൽ നൽകുവാനാണ് ആക്ഷൻ കമ്മിറ്റി തീരുമാനം. ദേശീയപാത അതോറിറ്റി അധികൃതർ ടോൾ പ്ലാസ നിർമ്മാണവുമായി വന്നാൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നും ആക്ഷൻ കമ്മിറ്റി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കണ്ണൂർ കാസർഗോഡ് ക്രൈംബ്രാഞ്ച് SP P ബാലകൃഷ്ണൻ നായർക്ക് പ്രസിഡന്റിന്റെ പോലീസ് മെഡൽ. കേസ് അന്വേഷണത്തിലും ഏകോപനത്തിലും മികവാർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന ബാലകൃഷ്ണൻ നായർ 2 മാസങ്ങൾക്ക് മുൻപാണ് ക്രൈംബ്രാഞ്ച് SP ആയി നിയമിതനായത്. പാലക്കുന്ന് സ്വദേശിയായ ഇദ്ദേഹം പ്രസിഡന്റിന്റെ മെഡലിന് കൂടി അർഹനായതോടെ അത് കാസർഗോഡിന് തന്നെ അഭിമാനം പകരുന്ന നേട്ടമായി മാറിയിരിക്കുകയാണ്. 2003 SI ആയിട്ടായിരുന്നു പോലീസ് സേനയിലേക്കുള്ള ബാലകൃഷ്ണൻ നായരുടെ പ്രവേശനം. തുടർന്ന് എറണാകുളം, കൊല്ലം, കണ്ണൂർ എന്നീ ജില്ലകളിൽ SI ആയി സേവനമനുഷ്ഠിച്ച് 2008 സർക്കിൾ ഇൻസ്പെക്ടറായി വെള്ളരിക്കുണ്ട്, കണ്ണൂർ ടൗൺ, കണ്ണൂർ സിറ്റി, വളപട്ടണം, കാസർഗോഡ് എന്നീ സർക്കിളുകളിലും വിജിലൻസിലും ജോലി ചെയ്തു. തുടർന്ന് 2017 DYSP ആയി സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിലും കാസർഗോഡ്, കാഞ്ഞങ്ങാട്, തളിപ്പറമ്പ, കണ്ണൂർ ടൗൺ എന്നീ സബ് ഡിവിഷനുകളിലും ജോലി ചെയ്തു. തുടർന്ന് 2004 ജൂലൈ മുതൽ കാസർഗോഡ് അഡീഷണൽ SP ആയി ജോലി ചെയ്തു വരവേ ഈ വർഷം ജൂൺ മാസം SP ആയി പ്രൊമോഷൻ ലഭിച്ച് കണ്ണൂർ കാസർഗോഡ് ക്രൈംബ്രാഞ്ച് SP ആയി ജോലി ചെയ്തു വരികയാണ്. സർവീസിൽ ഇതുവരെ മികച്ച സേവനത്തിന് 3 ബാഡ്ജ് ഓഫ് ഓണറും 100-ലധികം ഗുഡ് സർവീസ് എൻട്രികളും ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും 22 പ്രശംസാപത്രവും ലഭിച്ചിട്ടുണ്ട്. 2018 വിശിഷ്ട സേവനത്തിനുള്ള മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലും ലഭിച്ചിട്ടുണ്ട്. വിജിലൻസിലെ മികച്ച സേവനത്തിന് 2016 വർഷത്തിലെ ബാഡ്ജ് ഓഫ് ഓണർ ലഭിച്ചു. ഇന്റലിജൻസ് രംഗത്തെയും മികച്ച സേവനത്തിന് 2017 2018 തുടർച്ചയായി ബാഡ്ജ് ഓഫ് ഓണർ ലഭിച്ചിട്ടുണ്ട്. കേസ് അന്വേഷണത്തിലും ഏകോപനത്തിലും മികവാർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന ബാലകൃഷ്ണൻ നായർ സർവീസ് കാലയളവുകളിൽ പ്രമാദമായ നിരവധി കേസുകൾക്ക് തുമ്പുണ്ടാക്കിയിട്ടുണ്ട്. പാലക്കുന്ന് സ്വദേശിയായ ഇദ്ദേഹം പ്രസിഡന്റിന്റെ മെഡലിനു കൂടി അർഹനായതോടെ അത് കാസർഗോഡിന് തന്നെ അഭിമാനം പകരുന്ന നേട്ടമായി മാറിയിരിക്കുകയാണ്. പരേതരായ മുങ്ങത്ത് നാരായണൻ നായരുടെയും പേരയിൽ ലീലയുടെയും മകനാണ് ഇദ്ദേഹം. നിഷയാണ് ഭാര്യ. ശിവദ, കാർത്തിക് എന്നിവർ മക്കളാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച ബൃഹത് കന്നഡ മലയാളം നിഘണ്ടു പ്രകാശനം തിങ്കളാഴ്ച നടക്കും. കർണാടക തുളു അക്കാദമി പ്രസിഡന്റ് താരനാഥ് ഗട്ടി കാപ്പിക്കാട് പ്രകാശനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
ബി.ടി. ജയറാം രചിച്ച കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച ബൃഹത് കന്നഡ മലയാളം നിഘണ്ടു പ്രകാശനം തിങ്കളാഴ്ച നടക്കും. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ കർണാടക തുളു അക്കാദമി പ്രസിഡന്റ് താരാനാഥ് ഘടി കാപ്പിക്കാട്, ഹൊസ്ദുർഗ് എം.എൽ.എ. ഇ. ചന്ദ്രശേഖരന് നൽകി പ്രകാശനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. എം.എൽ.എമാരായ C.H. കുഞ്ഞമ്പു, എം. രാജഗോപാലൻ, A.K.M. അഷ്റഫ്, കാസർഗോഡ് മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് ബീഗം, ഡോക്ടർ ഖാദർ മാങ്ങാട്, K.V. കുമാരൻ, V.V. പ്രഭാകരൻ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിക്കുമെന്നും ഭാഷാ സ്നേഹികൾക്കും ഗവേഷണ വിദ്യാർത്ഥികൾക്കും ഇതൊരു നിഘണ്ടു എന്നതിലുപരി നല്ലൊരു റഫറൻസ് ഗ്രന്ഥം കൂടിയായിരിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. വന്യനുമുള്ള ഈ രണ്ട് ഭാഷകൾ തമ്മിലുള്ള ആത്മബന്ധം സാക്ഷ്യപ്പെടുത്തുന്നതാണ് ശ്രീ B.T. ജയറാം എന്ന് പറയുന്ന നമ്മുടെ നാട്ടുകാരനായ ഉദുമ സ്വദേശിയായ കാസർഗോഡ് ജില്ലയുടെ മുൻ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കൂടിയായ ശ്രീ B.T. ജയറാം ചിരകാലത്തെ ഒരു ഭഗീരഥ പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് രചിച്ച കന്നഡ മലയാളം നിഘണ്ടു. ഈ നിഘണ്ടു പ്രസിദ്ധീകരിക്കുന്നത് കേരള സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. തിരുവനന്തപുരം ആസ്ഥാനമായ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. നമ്മുടെ നാട്ടിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു വലിയൊരു നിഘണ്ടു. ഈ നിഘണ്ടു നമുക്ക് മാധ്യമപ്രവർത്തകർക്ക് അല്ലെങ്കിൽ പഠിതാക്കൾ, കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക്, ഭാഷാ ഗവേഷകർക്ക്, ഭാഷാ സ്നേഹികൾക്ക്, രണ്ട് ഭാഷകളെ അന്യോന്യം സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടും. ഗ്രന്ഥകർത്താവ് B.T. ജയറാം, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് PRO റാഫി പൂക്കോം, എഴുത്തുകാരൻ V.V. പ്രഭാകരൻ, പത്രപ്രവർത്തകൻ പാലക്കുന്നിൽ കുട്ടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിൽ കഴിഞ്ഞ ദിവസം സ്വകാര്യ ബസ്സിടിച്ച് വയോധിക മരിക്കാനിടയായ സംഭവത്തിൽ ചെറുവത്തൂരിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നു. ഗ്രാമപഞ്ചായത്തും പോലീസും മോട്ടോർ വാഹന വകുപ്പും ചേർന്ന് ട്രാഫിക് നിർദ്ദേശങ്ങൾ കർശനമായി നടപ്പിലാക്കുവാൻ തീരുമാനിച്ചു. ചെറുവത്തൂർ ടൗണിലും പരിസരങ്ങളിലുമായി പൊതുജനങ്ങൾക്കുള്ള പ്രധാന പരാതികൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി ഗതാഗത പരിഷ്കരണം നടപ്പാക്കാൻ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായി. ബസ് സ്റ്റാൻഡിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കാൻ അഭ്യർത്ഥിച്ച് ജില്ലാ പോലീസ് മേധാവിക്ക് കത്ത് നൽകാനും ബസ് ഒഴിച്ച് മറ്റു വാഹനങ്ങളിൽ ബസ് സ്റ്റാൻഡിൽ കയറാൻ പാടില്ല എന്നത് കർശനമാക്കുവാനും തീരുമാനിച്ചു. കാഞ്ഞങ്ങാട് ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ പാക്കനാർ തിയേറ്റർ പരിസരത്ത് കൂടി സ്റ്റാൻഡിലേക്ക് വരണം. മുഴുവൻ ബസ്സുകളും സ്റ്റാൻഡിന്റെ പടിഞ്ഞാറ് ഭാഗത്തു കൂടി മാത്രം പുറത്തേക്കിറങ്ങണം. ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ പാർക്കിങ്ങിന് 15 മിനിറ്റ് മാത്രമായിരിക്കും അനുവദിക്കുക. അനധികൃതമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നോ പാർക്കിംഗ് ബോർഡ് സ്ഥാപിക്കും. സ്റ്റാൻഡിലേക്ക് കയറുന്ന ബസ്സുകൾ അമിത വേഗത കുറയ്ക്കാൻ ആവശ്യമായ നടപടി പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് അധികൃതരും ചേർന്ന് സംവിധാനമുണ്ടാക്കും. ബസ്സുകൾ പ്രവേശിക്കുന്ന പാതയിൽ ഹമ്പ് നിർമ്മിക്കാനും പൊതുനിർദ്ദേശമുയർന്നു. അതേസമയം കഴിഞ്ഞ ദിവസം ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിൽ ബസ് കയറി വയോധിക മരിച്ച സംഭവത്തിന് ഉത്തരവാദിയായ സ്വകാര്യ ബസ് ഡ്രൈവറുടെ ഡ്രൈവിംഗ് ലൈസൻസ് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തതായും മലപ്പുറത്ത് പരിശീലനത്തിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെട്ടതായും മോട്ടോർ വാഹന വകുപ്പ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ T. ഗിജേഷ് യോഗത്തിൽ അറിയിച്ചു. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C.V. പ്രമീള യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ചന്തേര പോലീസ് ഇൻസ്പെക്ടർ K. പ്രശാന്ത്, ബസ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി T. ലക്ഷ്മണൻ, P.K. അഭിലാഷ്, P.V. പത്മനാഭൻ, വ്യാപാരി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് C. രഞ്ജിത്ത്, ട്രഷറർ K.C. സതീശൻ, ചുമട്ടുതൊഴിലാളി യൂണിയൻ ഭാരവാഹികളായ C. കൃഷ്ണൻ, K. ഭവജൻ, വ്യാപാരി സമിതി ഭാരവാഹി V.P. അബ്ദുൽ ഹനീഫ്, പഞ്ചായത്ത് അംഗങ്ങളായ K. രമണി, രാജേന്ദ്രൻ പയ്യാടക്കത്ത്, M.T.P. ബുഷ്റാം, T. അബ്ദുൽ മുനീർ, C.K. റഹ്മത്ത്, മഹേഷ് വെങ്ങാട്ട്, M. മഞ്ജുഷ, D.M. കുഞ്ഞിക്കണ്ണൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ T. നാരായണൻ, മുകേഷ് ബാലകൃഷ്ണൻ, K. ബാലകൃഷ്ണൻ, പ്രസ് ഫോറം ഭാരവാഹികളായ T. രാജൻ, ഉദനൂർ സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ ഇടയിലക്കാട് ബഡ് സ്കൂളിലേക്കുള്ള ആയയുടെ നിയമന നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ആയയുടെ മുൻഗണനാ ലിസ്റ്റിലുള്ള ഭിന്നശേഷിക്കാരിയായ ഉദ്യോഗാർത്ഥി നൽകിയ പരാതി സ്വീകരിച്ച് വിചാരണയ്ക്ക് വയ്ക്കുകയും ചെയ്തു. വിചാരണയ്ക്ക് മുന്നോടിയായി സംസ്ഥാന ചീഫ് സെക്രട്ടറിയും LSTD സെക്രട്ടറിയും തുടങ്ങി വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെ 7 പേരോട് സത്യവാങ്മൂലം നൽകാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. മുൻഗണനാ ലിസ്റ്റിലുള്ള വലിയപറമ്പ് പഞ്ചായത്തിലെ തൃക്കരിപ്പൂർ കടപ്പുറം തൊണ്ടച്ചൻ ദേവസ്ഥാനത്തിന് സമീപത്തെ KP റൈഹാനത്ത് ഹൈക്കോടതിയിൽ നൽകിയ റിട്ട് ഹർജി പരിഗണിച്ചാണ് നിയമന നടപടികൾ സ്റ്റേ ചെയ്തത്. മുൻഗണനാ ലിസ്റ്റിലുള്ള തന്നെ പരിഗണിക്കാതെ മറികടന്ന് മറ്റൊരാളെ നിയമിക്കാൻ ഭരണസമിതി നീക്കം നടത്തിയതായ ആക്ഷേപവുമായി ഭിന്നശേഷിക്കാരി 2 ആഴ്ച മുൻപ് പഞ്ചായത്ത്
പഞ്ചായത്തിലെ ജനപ്രതിനിധികൾക്കൊപ്പം പത്രസമ്മേളനം നടത്തുകയും അധികൃതർക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു. തൃക്കരിപ്പൂരിലെ ഉടുമ്പുതല ബഡ് സ്കൂളിലും ചെറുവത്തൂർ കാടാങ്കോട്ടെ സ്കൂളിലും 12 വർഷത്തോളം ആയി ജോലി ചെയ്ത ഇവർ വലിയപറമ്പ് പഞ്ചായത്ത് നേരത്തെ തയ്യാറാക്കിയ റാങ്ക് ലിസ്റ്റിൽ 2ാം റാങ്കുകാരിയാണ്. 1ാം റാങ്കുകാരിക്ക് ജോലിയിൽ താൽപ്പര്യമില്ലെന്നിരിക്കെ 2ാം റാങ്കുകാരിയായ തന്നെ നിയമിക്കേണ്ടതിന് പകരം ഇഷ്ടക്കാർക്ക് കൊടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിതെന്നും റെയ്ഹാനത്ത് ആരോപിച്ച് രംഗത്ത് വന്നിരുന്നു. മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ പരാതിയിൽ ഈ മാസം 20-ന് ഹിയറിംഗ് വെച്ചിട്ടുണ്ട്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് ചിറക് കൂട്ടായ്മയും വിദ്യാനഗർ ജനമൈത്രി പോലീസും സംയുക്തമായി വീൽ ചെയർ വിതരണം ചെയ്തു. 70ാമത്തെ വീൽ ചെയറാണ് വിതരണം ചെയ്തത്. നായന്മാർമൂല ടെക്കീസ് പാർക്കിൽ സംഘടിപ്പിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനവും വീൽ ചെയർ വിതരണവും വിദ്യാനഗർ SI വിജയൻ നിർവഹിച്ചു. കാസർഗോഡ് ചിറക് കൂട്ടായ്മയും വിദ്യാനഗർ ജനമൈത്രി പോലീസും നടത്തുന്ന വീൽ ചെയർ വിതരണം തുടരുന്നു. 70ാമത്തെ വീൽ ചെയർ വിതരണം നായന്മാർമൂല സ്കൂൾ ടെക്കീസ് പാർക്കിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ നടന്നു. വിദ്യാനഗർ SI വിജയൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വീൽ ചെയർ വിതരണവും SI നിർവഹിച്ചു. Handicapped is not a burden to the society, but the society is a burden to the handicapped. സമൂഹം അവരെ കാണുന്നതിൻ്റെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ് പലപ്പോഴും അവരിൽ ഏറ്റവും കൂടുതൽ വിഷമമുണ്ടാക്കുന്നതെന്നാണ്. അങ്ങനെയുള്ളവരെ തലോടുന്നതും ചേർത്ത് പിടിക്കുന്നതും ഇതുപോലുള്ള സംഘടനകളാണ്. ഞങ്ങളുടെ വിദ്യാനഗർ പോലീസുമായി സഹകരിച്ച് നിരവധി പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞങ്ങൾക്കത് വളരെ ഞങ്ങളുടെ ജോലി തിരക്കിനിടയിലും ഞങ്ങൾക്ക് ആശ്വാസവും സന്തോഷവും പകരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. ചിറക് കൂട്ടായ്മ ചെയർമാൻ ഡോക്ടർ ജാസിർ അലി അധ്യക്ഷത വഹിച്ചു. ഹക്കീം പ്രിൻസ് സ്വാഗതം പറഞ്ഞു. ചിറക് കൂട്ടായ്മ വൈസ് പ്രസിഡന്റ് NM മഹമ്മൂദ്, അഷ്റഫ് PB എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികൾക്കുള്ള ചിത്രരചനാ മത്സരവും നടന്നു. നിരവധി വിദ്യാർത്ഥികൾ ചിത്രരചനാ മത്സരത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിദ്യാർത്ഥികൾക്ക് ജനാധിപത്യത്തിന്റെ സന്ദേശം നൽകി മുളിഞ്ച സർക്കാർ പ്രാഥമിക വിദ്യാലയത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തി. സമ്മതി എന്ന ആപ്പിലൂടെ നവീന രീതിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് വിദ്യാലയത്തിൽ ആവേശക്കാഴ്ചയായി. മുളിഞ്ച സർക്കാർ പ്രാഥമിക വിദ്യാലയത്തിൽ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടത്തി. വിവിധ ചിഹ്നങ്ങളിൽ മത്സരിച്ച സ്ഥാനാർത്ഥികൾ അവരുടെ നാമനിർദ്ദേശ പത്രിക തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥയായ പ്രധാനാധ്യാപിക ചിത്രാവതി ചിഗുറുപാതയ്ക്ക് നൽകി. സമ്മതി എന്ന ആപ്പിലൂടെ നവീന രീതിയിൽ നടന്ന തിരഞ്ഞെടുപ്പിന് ഉദ്യാവര തോട്ട സ്കൂളിലെ മുഖ്യാധ്യാപകൻ ഇസ്മായിൽ, രവിശങ്കർ സാർ എന്നിവർ സാക്ഷികളായി. സ്കൂൾ അധ്യാപകൻ അബ്ദുൽ ബഷീറിന്റെ നേതൃത്വത്തിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ വിദ്യാർത്ഥികളാണ് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരായത്. അധ്യാപിക രേഷ്മയുടെ നേതൃത്വത്തിൽ വോട്ടെണ്ണൽ നടത്തി സ്കൂൾ ലീഡറായി മുഹമ്മദ് അനസ് തിരഞ്ഞെടുക്കപ്പെട്ടു. കൂടെ വിജയികളായ ദക്ഷിത്, അബിയ ഹനാൻ, മുഹമ്മദ് സാഹിൽ, അബൂബക്കർ സിദ്ദീഖ് എന്നിവർ ആരോഗ്യം, ഭക്ഷണം, കായികം, വിദ്യാഭ്യാസം എന്നീ വകുപ്പുകളുടെ മന്ത്രിമാരായി തിരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് വിജയോത്സവമായ ഘോഷയാത്ര നടന്നു. മുതിർന്ന അധ്യാപകൻ റിയാസ് പെരിങ്ങോടി സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഓരോ മന്ത്രിമാർക്കും മാർഗനിർദ്ദേശകരായി അധ്യാപിക അനിതയും അനുകൃഷ്ണയും നിയമിതരായി. അധ്യാപിക ഐശ്വര്യ സ്കൂൾ പ്രവർത്തനങ്ങൾ, മന്ത്രിമാരുടെ ഉത്തരവാദിത്വം, കടമകൾ എന്നിവ വിശദമായി അറിയിച്ചു. ഇതിലൂടെ വിദ്യാർത്ഥികൾ തിരഞ്ഞെടുപ്പിന്റെ ആവശ്യകതയും പ്രസക്തിയും മനസ്സിലാക്കി. സ്കൂൾ അധ്യാപിക ധന്യ സ്വാഗതവും ജസീല ടീച്ചർ നന്ദിയും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇരട്ട വോട്ടില്ല, കള്ളവോട്ടില്ല, ജനാധിപത്യത്തിന്റെ നല്ല പാഠങ്ങൾ പകർന്ന് പിലിക്കോട് ഗവൺമെന്റ് UP സ്കൂളിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നു. കുട്ടികളിൽ ജനാധിപത്യ ബോധം വളർത്തുന്നതിനും ജനാധിപത്യ പ്രക്രിയയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനുമായാണ് സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചത്. ഇരട്ട വോട്ടും കള്ളവോട്ടുമൊന്നുമില്ലാത്ത ജനാധിപത്യ പ്രക്രിയയുടെ ശരിയായ പാഠങ്ങൾ കുട്ടികളിലെത്തിക്കുവാൻ പിലിക്കോട് ഗവൺമെന്റ് UP സ്കൂളിൽ സംഘടിപ്പിച്ച സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ശ്രദ്ധേയമായി. പൊതു തിരഞ്ഞെടുപ്പിനെ വെല്ലുന്ന ഒരുക്കങ്ങളോടെ കുട്ടികളിൽ ജനാധിപത്യബോധം വളർത്തുന്നതിനും ജനാധിപത്യ പ്രക്രിയകളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനുമായാണ് സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചത്. ക്ലാസുകളെ അടിസ്ഥാനമാക്കി 14 നിയോജക മണ്ഡലങ്ങളിലെ ലീഡർമാരെ തിരഞ്ഞെടുക്കുവാനായി നടന്ന തെരഞ്ഞെടുപ്പിൽ 41 സ്ഥാനാർത്ഥികൾ മത്സരിച്ചു. വോട്ടർ പട്ടികയും തിരിച്ചറിയൽ കാർഡും വോട്ടിംഗ് മെഷീനും അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കി. പ്രിസൈഡിംഗ് ഓഫീസറും പോളിംഗ് ഓഫീസർമാരും പോലീസുകാരും ബൂത്ത് ഏജന്റുമാരും ഉൾപ്പെടെയുള്ളവരെല്ലാം വിദ്യാർത്ഥികൾ തന്നെയായിരുന്നു. 3 സംഘടനകളായാണ് സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. മേശ, പുസ്തകം, ബാഗ്, പെൻ എന്നിവ തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങളായി അനുവദിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായി പോസ്റ്റർ പ്രചാരണം, മീറ്റ് ദി കാൻഡിഡേറ്റ് എന്നിവയും സംഘടിപ്പിച്ചു. 14 മണ്ഡലങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ലീഡർമാർ ചേർന്ന് സ്കൂൾ ലീഡർ, ഡെപ്യൂട്ടി ലീഡർ എന്നിവരെ തിരഞ്ഞെടുത്തു. ഇന്നത്തെ വോട്ട് എനിക്ക് നല്ലൊരു അനുഭവമായിരുന്നു. അച്ഛനും അമ്മയും കുറേ തവണ
ക്ലാസ് ലീഡർമാരായി ധ്രുവ് രഘുരാം, അൽവിന എസ് റാം, അർണവ് ശ്യാം, ദേവമിത്ര, ധ്യാൻ രഞ്ജിത്ത്, ആര്യൻ മനു, ദേവർഷ് കെ, ആരവ്, രാജീവ്, അദ്രിനാഥ് കെ, അൻവിൻ കെ, അശ്വിൻ ദാസ്, നവലക്ഷ്മി ആർ, ജോഷ് കെ വി, ഋഷികേഷ് പി കെ എന്നിവരെ തിരഞ്ഞെടുത്തു. നവലക്ഷ്മിയെ സ്കൂൾ ലീഡറായും ജോഷിനെ ഡെപ്യൂട്ടി ലീഡറായും തിരഞ്ഞെടുത്തു. വ്യാഴാഴ്ച രാവിലെ ചേരുന്ന അസംബ്ലിയിൽ വെച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ലീഡർമാർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതല ഏറ്റെടുക്കും. സ്കൂൾ സാമൂഹ്യ ശാസ്ത്ര ക്ലബിൻ്റെ നേതൃത്വത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് പ്രഭായു, സജിതായു, സുധീർ കുമാർ TV എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പിലിക്കോട് കാർഷിക സംസ്കൃതി പഠന കേന്ദ്രത്തിൽ ആയുർവേദത്തിൽ അധിഷ്ഠിതമായ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പ്രൊഫസർ ഡോക്ടർ വനജ T ഉദ്ഘാടനം ചെയ്തു. പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിന് കീഴിലുള്ള തിരുമുമ്പ് കാർഷിക സംസ്കൃതി പഠന കേന്ദ്രത്തിൽ ആയുർവേദത്തിൽ അധിഷ്ഠിതമായ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. നാട്ടുമരുന്നാചാര്യൻ കുന്നത്ത് നാരായണൻ വൈദ്യർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. പ്രകൃതിയോടിണങ്ങിയ ഭക്ഷണ സംസ്കാരത്തെക്കുറിച്ചും പ്രകൃത്യാധിഷ്ഠിതമായ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചും ക്ലാസ്സിൽ വിശദീകരിച്ചു. പരിപാടിയോടനുബന്ധിച്ച് ഉച്ചഭക്ഷണമായി കർക്കിടക കഞ്ഞിയും പച്ചിലത്തോരനും വിതരണം ചെയ്തു. കേന്ദ്രം അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് റിസർച്ച് പ്രൊഫസർ ഡോക്ടർ വനജ T ഉദ്ഘാടനം ചെയ്തു. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ അജിത P അധ്യക്ഷത വഹിച്ചു. കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുമേഷ് KV സ്വാഗതം പറഞ്ഞു. ശ്രീ നിത്യാനന്ദ ആയുർവേദ കേരളം സംസ്ഥാന പ്രസിഡന്റ് K ജയദേവ് മുഖ്യ പ്രഭാഷണം നടത്തി. രതീഷ് PK, സാബു ജോസഫ്, ഗീത എന്നിവർ സംസാരിച്ചു. സ്റ്റാഫ് ക്ലബ്ബ് സെക്രട്ടറി രാജേഷ് CV നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ആര്യനാട്ടിൽ നിന്നും മരക്കലമേറി വന്ന ദേവി പൂമാലയ്ക്കും പരിവാരങ്ങൾക്കും മാവിലാക്കടപ്പുറം മൊരിയരക്കാവിൽ ഇളനീർ നൽകി സ്വീകരിച്ചുവെന്ന ഐതിഹ്യത്തിൽ മാവിലാക്കടപ്പുറം മൊരിയരക്കാവ് വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ ദേവതകൾക്ക് ഇളനീർ അഭിഷേകം നടത്തി. ചെറുവത്തൂർ നെല്ലിക്കാതുരുത്തി കഴകം നിലമംഗലത്ത് ഭഗവതി ക്ഷേത്ര ആചാര സ്ഥാനികരാണ് കർമ്മങ്ങൾ നടത്തിയത്. തീയ സമുദായത്തിൽ ഉത്തര കേരളത്തിലെ 4 കഴകങ്ങളിൽ പ്രധാന കഴകമായ ശ്രീ നെല്ലിക്കാതുരുത്തി കഴകം നിലമംഗലത്ത് ഭഗവതി ക്ഷേത്ര ആചാരസ്ഥാനികരാണ് ഇളനീർ പൊളിക്കൽ ചടങ്ങ് നടത്തുന്നത്. കർക്കിടക മാസത്തിൽ നെല്ലിക്കാതുരുത്തി കഴകത്തിലെയും ചിങ്ങമാസത്തിൽ കാടങ്കോട് നെല്ലിക്കാൽ ഭഗവതി ക്ഷേത്ര ആചാരസ്ഥാനികരും മാവിലാക്കടപ്പുറം മൊരിയരക്കാവ് വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലെത്തിയാണ് പൂമാലാദേവിയുടെ ആരൂഢസ്ഥാനത്ത് ഇളനീർ പൊളിക്കൽ ചടങ്ങ് നടത്തുന്നത്. ആര്യനാട്ടിൽ നിന്നും മരക്കലമേറി വന്ന ദേവി പൂമാലയ്ക്കും പരിവാരങ്ങൾക്കും ഒരിയരക്കാവിൽ ഇളനീർ നൽകി സ്വീകരിച്ചുവെന്നാണ് ഐതിഹ്യം. മരക്കലം കയറി വരാൻ സാധിക്കാതിരുന്ന ദേവതമാർക്ക് ഇളനീർ അഭിഷേകം ചെയ്ത് പൂമാലയും ദൈവം പൂമാരുതനും തൃപ്തരാക്കുന്ന ചടങ്ങാണ് ഇളനീർ പൊളിക്കൽ. ചെറുവത്തൂർ തുരുത്തി നിലമംഗലം കഴകം ക്ഷേത്രത്തിലെ അറുവരും അച്ഛന്മാരും തെക്കരും വടക്കരും കേന്ദ്ര കമ്മിറ്റിക്കാരുടെയും ഒരിയരക്കാവ് വിഷ്ണുമൂർത്തി സ്ഥാനികരുടെയും കമ്മിറ്റിക്കാരുടെയും ബാല്യക്കാരുടെയും സാന്നിധ്യത്തിലാണ് ക്ഷേത്രമുറ്റത്ത് ചടങ്ങ് നടന്നത്. ചെറുവത്തൂർ തുരുത്തി നിലമംഗലം കഴകം ക്ഷേത്രത്തിലെ അറുവരും അച്ഛന്മാരും തെക്കരും വടക്കരും കേന്ദ്ര കമ്മിറ്റിക്കാരുടെയും ഒരിയരക്കാവ് വിഷ്ണുമൂർത്തി സ്ഥാനികരുടെയും കമ്മിറ്റിക്കാരുടെയും ബാല്യക്കാരുടെയും സാന്നിധ്യത്തിലാണ് ക്ഷേത്രമുറ്റത്ത് ചടങ്ങ് നടന്നത്. തുടർന്ന് അന്നദാനവും നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ബദിയടുക്ക ഗോസാഡ ശ്രീ മഹിഷമർദിനി ക്ഷേത്രത്തിൽ രാമായണ പ്രഭാഷണ പരിപാടിയുടെ സമാപനം നടന്നു. ഇതോടൊപ്പം വിരമിച്ച ഡെപ്യൂട്ടി തഹസിൽദാർ നാരായണ ഗോസാഡയ്ക്കുള്ള അനുമോദനവും നടന്നു. ബദിയടുക്കയിലെ ഗോസാഡ ശ്രീ മഹിഷമർദിനി ക്ഷേത്രത്തിൽ രാമായണ പ്രഭാഷണ പരിപാടിയുടെ സമാപനവും വിരമിച്ച ഡെപ്യൂട്ടി തഹസിൽദാർ നാരായണ ഗോസാഡയ്ക്കുള്ള അനുമോദനവും നടന്നു. പ്രഭാഷകരായ വിരമിച്ച അധ്യാപകൻ ഗംഗാധര റൈ മൊവ്വാറും റിട്ടയർഡ് ഡെപ്യൂട്ടി തഹസിൽദാർ നാരായണ ഗോസാഡയും രാമായണ പ്രഭാഷണം നടത്തി. മഹിഷമർദിനി ഭജന സംഘം സംഘടിപ്പിച്ച പരിപാടിയിൽ ക്ഷേത്ര ഭജന സംഘം പ്രസിഡന്റ് പ്രസാദ് മണിയാണി അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് തഹസിൽദാർ രമേശൻ പൊയ്നാച്ചി മുഖ്യാതിഥിയായി സംസാരിച്ചു. ക്ഷേത്ര സേവാ സമിതി ജനറൽ സെക്രട്ടറി രവീന്ദ്ര റൈ ഗോസാഡ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. രവിരാജ് മല്ലമൂലെ പരിപാടിക്ക് ആശംസകൾ നേർന്നു. സേവാസമിതി വൈസ് പ്രസിഡന്റ് പ്രഭാകര റൈ മടതമൂലെ, ട്രഷറർ പരമേശ്വര ഭട്ട് ഗോസാഡ, ക്ഷേത്ര അർച്ചകൻ രാഘവേന്ദ്ര ചടക ഗോസാഡ എന്നിവർ പങ്കെടുത്തു. പരിപാടിയിൽ ഭജന സംഘം സെക്രട്ടറി സതീഷ് റൈ ഗോസാഡ സ്വാഗതവും മഹിഷമർദിനി സേവാസമിതി സെക്രട്ടറി സദാശിവ റൈ ഗോസാഡ നന്ദിയും പറഞ്ഞു. ധന്യശ്രീ ചടക, ദിവ്യശ്രീ ചടക ഗോസാഡ എന്നിവർ പ്രാർത്ഥനാഗാനം ആലപിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
ഡിവൈഎഫ്ഐ ഭീംപുങ്കാൽ മേഖലാ പ്രസിഡന്റ് വിനീഷ് പോളയെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ആത്മഹത്യയാണെന്നാണ് വിവരം. വ്യാഴാഴ്ച രാവിലെ സമയം ഏറെയായിട്ടും വിനീഷ് മുറിയിൽ നിന്നും പുറത്തിറങ്ങാത്തതിനെ തുടർന്ന് മാതാവ് വാതിലിൽ തട്ടിവിളിച്ചുവെങ്കിലും തുറന്നില്ല. തുടർന്ന് അയൽവാസികളെ വിവരമറിയിക്കുകയും വാതിൽ തകർത്ത് അകത്ത് കടന്നപ്പോൾ വിനീഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയുമായിരുന്നു. പരേതനായ ഗോപി നിർമ്മല ദമ്പതികളുടെ മകനായ വിനീഷ് ബേഡെടുക്ക ഫാർമേഴ്സ് സഹകരണ ബാങ്കിന്റെ കുണ്ടംകുടി ശാഖയിലെ താൽക്കാലിക ജീവനക്കാരനാണ്. മൃതദേഹം ബേഡെടുക്ക താലൂക്ക് ആശുപത്രിയിലേക്കും പിന്നീട് പോസ്റ്റ്മോർട്ടത്തിനായി കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്കും മാറ്റി. ആത്മഹത്യ ചെയ്യുവാനുള്ള പ്രശ്നങ്ങളൊന്നും വിനീഷിനുണ്ടായിരുന്നില്ലെന്നാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും പറയുന്നത്. അതിനാൽ തന്നെ പൊതുപ്രവർത്തകനായ വിനീഷിന്റെ മരണം ഏവരെയും ഒരുപോലെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. ദുബായ് KMCC മംഗൽപാടി പഞ്ചായത്ത് കമ്മിറ്റി ബന്ദിയോട് അടുക്കയിൽ നിർമ്മിച്ച നിർധന കുടുംബത്തിനായുള്ള ബൈത്തുറഹ്മയുടെ താക്കോൽദാന കർമ്മം നടന്നു. സയ്യിദ് ജാഫർ സാദിഖ് തങ്ങൾ കുമ്പോൾ താക്കോൽദാനം നിർവഹിച്ചു. ദുബായ് KMCC മംഗൽപാടി പഞ്ചായത്ത് കമ്മിറ്റി ബന്ദിയോട് അടുക്കയിൽ നിർമ്മിച്ച നിർധന കുടുംബത്തിനായുള്ള വീട് ബൈത്തുറഹ്മയുടെ താക്കോൽദാന കർമ്മം സയ്യിദ് ജാഫർ സാദിഖ് തങ്ങൾ കുമ്പോൾ നിർവഹിച്ചു. വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ട മുസ്ലിം ലീഗ് പാർട്ടി പ്രവർത്തകന്റെ കുടുംബത്തിനാണ് വീട് നിർമ്മിച്ച് നൽകിയത്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിൽ ദുബായ് KMCC മംഗൽപാടി പഞ്ചായത്ത് കമ്മിറ്റി പൂർത്തീകരിച്ച മൂന്നാമത്തെ ബൈത്തുറഹ്മയാണിത്. പ്രവാസലോകത്തെ പാർട്ടി പ്രവർത്തകരുടെ ഇത്തരം സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് സയ്യിദ് ജാഫർ സാദിഖ് തങ്ങൾ കുമ്പോൾ അഭിപ്രായപ്പെട്ടു. ജബ്ബാർ ബൈദല അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ AKM അഷ്റഫ് MLA മുഖ്യാതിഥിയായി പങ്കെടുത്തു. ബൈത്തുറഹ്മയുടെ മേൽനോട്ടം സുതാര്യമായി നിർവഹിച്ച അബ്ബാസ് IBയെ ചടങ്ങിൽ ആദരിച്ചു. TA മൂസ, അസീസ് മെരിക്കെ, AK ആരിഫ്, ഹനീഫ് കാൽമാട്ട, അബ്ദുള്ള ആറങ്ങാടി, സലാം കന്യപ്പാടി, ഹനീഫ് TR, ആസിഫ് മഞ്ചേശ്വരം, ഇബ്രാഹിം ബേരിക്കെ, മുഹമ്മദ് കളായി, അമാൻ തലക്കള, മുസ്തഫ മീഞ്ച, ഷാഹുൽ ഹമീദ് ബന്ദിയോട്, അഷ്റഫ് സിറ്റിസൺ, ലത്തീഫ് അറബി, റുബീന, ഷമീന ടീച്ചർ, ഗോൾഡൻ അബ്ദുറഹ്മാൻ, PB ഹനീഫ്, അഷ്റഫ് കർല, സെഡ്ഡെ കയ്യാർ, ഖൈറുനിസ, ഉമ്മർ അപ്പോളോ, ഗഫൂർ ഏരിയാൽ, ഇസ്ഹാഖ് പൈവളികെ, സക്കറിയ അടുക്ക, ബദറുദ്ദീൻ കണ്ടത്തിൽ, സാദിഖ് ഷിറിയ, റഹീം HN, റസാഖ് അടുക്ക, സിദ്ദിഖ് പഞ്ചത്തോട്ടി, അക്ബർ പെരിങ്കടി, സിദ്ദിഖ് പച്ചമ്പള്ള, മജീദ് പച്ചമ്പള്ള, സിദ്ദിഖ് ദണ്ഡകോളി, ഇബ്രാഹിം പെരിങ്കടി, മുസ്തഫ, ഇർഷാദ്, ഫാറൂഖ്, ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ജംഷീദ് അടുക്കം സ്വാഗതവും ഖാലിദ് മണ്ണങ്കുഴി നന്ദിയും അറിയിച്ചു. മുസ്ലിം ലീഗിന്റെയും KMCCയുടെയും സംസ്ഥാന, ജില്ലാ, മണ്ഡലം, പഞ്ചായത്ത്, വാർഡ് നേതാക്കളടക്കം നിരവധി പേർ പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 6 വരി ദേശീയപാതയിൽ മഞ്ചേശ്വരം വാമഞ്ചൂർ ചെക്ക് പോസ്റ്റിനടുത്തുള്ള പാലം ഭാഗത്ത് മാത്രം ഇരുവഴി റോഡായി നിർമ്മിച്ചത് യാത്രയ്ക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി പരാതി. ഈ ഭാഗത്ത് സർവീസ് റോഡും ഉൾപ്പെടാത്തതും പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. റോഡിലെ സൗകര്യക്കുറവ് ഗതാഗതക്കുരുക്കിനും അപകടത്തിനും കാരണമാകുന്നതായും ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നുമാണ് പൊതുവിൽ ഉയരുന്ന ആവശ്യം. 6 വരി ദേശീയപാതയിൽ മഞ്ചേശ്വരം വാമഞ്ചൂർ ചെക്ക് പോസ്റ്റിനടുത്തുള്ള പാലം ഭാഗമാണിത്. ഇവിടെ മാത്രം ഇരുവഴി റോഡായാണ് ദേശീയപാത നിർമ്മിച്ചിരിക്കുന്നത്. ഇത് യാത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായുള്ള പരാതി വ്യാപകമാണ്. ഈ ഭാഗത്ത് സർവീസ് റോഡും ഉൾപ്പെടാത്തതും പ്രതിഷേധത്തിനിടയാക്കുന്നുണ്ട്. റോഡിൽ ഇത്തരത്തിൽ സൗകര്യക്കുറവുണ്ടാകുവാൻ കാരണം അധികൃതരുടെ അനാസ്ഥയാണെന്നാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത്. ഗതാഗതക്കുരുക്കും അപകടവും പതിവാകുന്നതിനാൽ ഇതുവഴിയുള്ള യാത്ര ജനങ്ങൾക്ക് ദുരിതയാത്രയാവുകയാണ്. സർവീസ് റോഡില്ലാത്തതിനാൽ വാഹനങ്ങളെല്ലാം പ്രധാന പാതയിൽ തന്നെ കടന്നു പോകുന്നതാണ് ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നത്. അശാസ്ത്രീയമായ രൂപകൽപ്പനയും പ്രവൃത്തിയുമാണ് ഇവിടെ നടന്നതെന്ന ആരോപണവും ശക്തമാണ്. പാലം ഭാഗത്തെ ദ്വിപാത 6 വരി റോഡായി ഉയർത്തണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. കൂടാതെ ആവശ്യമായ സർവീസ് റോഡും അടിയന്തരമായും നിർമ്മിക്കണമെന്നും ഇവർ പറയുന്നു. കൃത്യമായ ആസൂത്രണമില്ലാതെയും നിർമ്മാണ നടപടികളില്ലാതെയും നടത്തപ്പെട്ട ഈ പ്രവൃത്തി പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്കും ഗതാഗത പ്രശ്നത്തിനും വലിയ തടസ്സമായി മാറിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഈ വിഷയം ഗൗരവമായി എടുത്ത് ഗതാഗത പ്രശ്നങ്ങൾ ഒഴിവാക്കുവാനും സുരക്ഷ മുൻനിർത്തിയും ഈ ഭാഗത്ത് പുതിയ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുവാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യം ശക്തമാണ്. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പ്രകൃതിയും പ്രതീക്ഷയും എന്ന ചിത്രപ്രദർശനത്തിന് തുടക്കമായി. കാഞ്ഞങ്ങാട് ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിലാണ് പ്രദർശനം നടക്കുന്നത്. പ്രകൃതിയും പ്രതീക്ഷയും എന്ന ചിത്രപ്രദർശനം കാഞ്ഞങ്ങാട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ വെച്ചാണ് നടന്നത്. കുമാരി വൃന്ദാരാജൻ ഉദ്ഘാടനം. കേരള ലളിതകലാ അക്കാദമി കാഞ്ഞങ്ങാട് വെച്ച് ഓഗസ്റ്റ് 14 മുതൽ, അതായത് ഇന്നു മുതൽ 17 വരെ നടക്കുന്ന ഈ ഒരു
പ്രകൃതിയും പ്രതീക്ഷയും എന്ന ചിത്ര പ്രദർശനം ഉദ്ഘാടനം ചെയ്യാൻ എന്നെ ക്ഷണിച്ച ബിജുകുമാർ സാറിന് ഞാൻ ആദ്യമായി നന്ദി പറയുന്നു. പടന്നക്കാട് കാർഷിക കോളേജ് ഡീൻ ഡോക്ടർ സജിത റാണി, ഡോക്ടർ ശിവജി KP എന്നിവരും മറ്റ് കലാകാരും ചടങ്ങിൽ സംബന്ധിച്ചു. ചിത്രപ്രദർശനം 17 ഞായറാഴ്ച സമാപിക്കും. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ആത്മബന്ധങ്ങളാണ് ചിത്രങ്ങളിൽ വിശദമാക്കുന്നത്. ബിജുകുമാർ റോയ് ആണ് ആശയവും ചിത്രകാരനും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. BJP നീലേശ്വരം മണ്ഡലം കമ്മിറ്റി ജനാധിപത്യ സംരക്ഷണ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. നീലേശ്വരം മാർക്കറ്റ് ജംഗ്ഷനിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. CPM പ്രവർത്തകർ തൃശൂർ MP സുരേഷ് ഗോപിയുടെ MP ഓഫീസ് ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് പ്രകടനം നടത്തി. പ്രകടനം BJP ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ചു മാർക്കറ്റ് ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് മാർക്കറ്റ് ജംഗ്ഷനിൽ നടന്ന പ്രകടനവും പൊതുയോഗവും നീലേശ്വരം മണ്ഡലം പ്രസിഡന്റ് സാഗർ ചാത്തമത്ത് ഉദ്ഘാടനം ചെയ്തു. ഷിബു CH, അഡ്വക്കേറ്റ് രഞ്ജിത്ത്, രാമകൃഷ്ണൻ വാഴുന്നോറടി, മനോജ് വട്ടപ്പൊയിൽ, അജയൻ വട്ടപ്പൊയിൽ, ശശിധരൻ പടിഞ്ഞാറ്റം കുഴുവൽ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. BJP മുനിസിപ്പൽ പ്രസിഡന്റ് PU വിജയകുമാർ സ്വാഗതവും മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി T രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ദേശീയ വ്യാപാരി ദിനത്തോടനുബന്ധിച്ച് കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് യൂത്ത് വിങ്ങും ജ്യോതി ദേവ്സ് ഡയബറ്റീസ് റിസർച്ച് സെന്റർ ആൻഡ് ഹോസ്പിറ്റലും സംയുക്തമായി സൗജന്യ പ്രമേഹ രോഗനിർണയ ബോധവൽക്കരണ ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം ചെയ്തു. ദേശീയ വ്യാപാരി ദിനത്തോടനുബന്ധിച്ച് കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് യൂത്ത് വിങ്ങും ജ്യോതി ദേവ്സ് ഡയബറ്റീസ് റിസർച്ച് സെന്റർ ആൻഡ് ഹോസ്പിറ്റലും സംയുക്തമായി സൗജന്യ പ്രമേഹ രോഗ നിർണയ ബോധവൽക്കരണ ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം നിർവഹിച്ചു. KMA പ്രസിഡന്റ് CK ആസിഫ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. പ്രശസ്ത പ്രമേഹ രോഗവിദഗ്ധൻ ഡോക്ടർ ജ്യോതി ദേവ് കേശവദേവ് മുഖ്യപ്രഭാഷണം നടത്തി. ബാലകൃഷ്ണൻ മാസ്റ്റർ, സുനിത, VV രമേശൻ, JDC ടീം അംഗങ്ങൾ, PP മുസ്തഫ, ഷറഫുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ഷരീഖ് കമ്മാടം സ്വാഗതവും RK കമ്മത്ത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിഭജന ഭീതി ദിനാചരണം. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ SFI ABVP പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. കുമ്പള ആരിക്കാടിയിൽ ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ടോൾ പ്ലാസ സ്ഥാപിക്കുന്നതിൽ നിയമലംഘനമില്ലെന്ന് ഹൈക്കോടതി. അപ്പീലിനൊരുങ്ങി ആക്ഷൻ കമ്മിറ്റി. കാസർഗോഡിന് അഭിമാന നേട്ടം. കണ്ണൂർ കാസർഗോഡ് ക്രൈംബ്രാഞ്ച് SP P ബാലകൃഷ്ണൻ നായർക്ക് പ്രസിഡന്റിന്റെ പോലീസ് മെഡൽ. ബൃഹത് കന്നഡ മലയാളം നിഘണ്ടു പ്രകാശനം തിങ്കളാഴ്ച. കർണാടക തുളു അക്കാദമി പ്രസിഡന്റ് താരാനാഥ് ഗട്ടി കാപ്പിക്കാട് പ്രകാശനം നിർവഹിക്കും. ചെറുവത്തൂരിൽ സ്വകാര്യ ബസ്സിടിച്ച് വയോധിക മരിക്കാനിടയായ സംഭവം. ചെറുവത്തൂരിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നു. മഞ്ചേശ്വരം വാമഞ്ചൂർ ചെക്ക് പോസ്റ്റിനടുത്തുള്ള പാലം ഭാഗത്ത് 6 വരി ദേശീയപാത ഇരുവരിപ്പാത. ഗതാഗത കുരുക്കും അപകടവും പതിവ്. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.